ഫ്രണ്ട്സ്, ഈ വീഡിയോസ് ഞാൻ 2 ദിവസം മുന്നേ എടുത്തതാണ്. ഞങ്ങൾ ശ്രീഹരിയുടെ കൂട്ടത്തിൽ ഹൈദരാബാദ് IITയിൽ 3 ദിവസത്തോളം താമസിച്ചിരുന്നു. അവിടെ ഗസ്റ്റ് ഹൗസിലായിരുന്നു അക്കോമഡേഷൻ ഉണ്ടായിരുന്നത്. ഞങ്ങൾ 4 പേരും കൂടെ സുഖമായിട്ട് ഒരേ റൂമിൽ താമസിച്ചു. ഫുഡെല്ലാം ഗസ്റ്റ് ഹൗസിൽ നിന്ന് തന്നെയാണ് കഴിച്ചത്. ഒരു ദിവസം മാത്രം വൈകിട്ടൊന്നും വെളിയിലേക്ക് പോയി വെളിയിലെ ഫുഡ് ഫസ്റ്റ് ഡേയിൽ മാത്രമേ വെളിയിലൊന്ന് പോയി ഫുഡ് കഴിച്ചുള്ളൂ. കാരണം അവർക്ക് ഇൻറ്റേൺഷിപ്പ് ടൈമാണിത്. അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം തന്നെ ഭയങ്കര പഠിത്തവും ഒരുപാട് ഫ്രസ്ട്രേറ്റഡാണ് കുട്ടികൾ. കാരണം കമ്പനികൾ വരുന്നത് പൊതുവേ കുറവും, എന്നാൽ വരുന്ന കമ്പനികൾ ആർക്കും ഓപ്പണാക്കാതെയും ഇരിക്കുകയാണ്. അതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും കുട്ടികൾ ഒരുപാട് സ്ട്രെസ്സിലാണ്. ഇവൻ്റെ ഫ്രണ്ട്സ് എല്ലാം തന്നെ അങ്ങനെയായിരുന്നു. അപ്പോൾ ആ കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമത്തോടു കൂടിയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. കാരണം കുട്ടികൾക്ക് ഉണ്ടാവുന്ന സമ്മർദ്ദം, അതായത് ഒരു ഇൻറ്റേൺഷിപ്പ് പ്ലേസ്മെൻറ്റ് ഇതുപോലുള്ള ടൈമുകളിൽ അവർക്ക് വരുന്ന സമ്മർദ്ദം വളരെ വലുതാണെന്നുള്ളത് നമുക്കവിടെ പോയി നേരി കാണുമ്പോഴാണ് ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. 10% കുട്ടികൾക്ക് കൂടി ഇപ്പോൾ ഇൻറ്റേൺഷിപ്പാ പ്ലേസ്മെൻറ്റാ കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് നമ്മളുടെ IITകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൂടി ജോലിയും ഇൻറ്റേൺഷിപ്പും ഇല്ല. അപ്പം മറ്റു കോളേജുകളുടെ കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ശരിക്കും നമ്മുടെ രാജ്യം എത്രമാത്രം തകർന്നടിഞ്ഞു എന്നുള്ളതിനുള്ള ഏറ്റവും നല്ലൊരു സൂചനയാണിത്. പിന്നീട് ഞങ്ങൾ അവനോട് അവൻ്റെ ഫ്രണ്ട്സിനോടും പറഞ്ഞു, വിദേശങ്ങളിൽ ഒന്നുകിൽ ജോലി നോക്കുകയോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ഏതെങ്കിലും പോയിട്ട് ഹയർ സ്റ്റഡീസ് നോക്കുകയോ ചെയ്താൽ മതി എന്നെല്ലാം പറഞ്ഞ് ആ കുട്ടികളെ ആശ്വസിപ്പിച്ചുകൊണ്ട് വളരെ സങ്കടത്തോടു കൂടി ഞങ്ങൾ തിരിച്ചു പോകും.